നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും തമ്മിലുള്ള വാക്കേറ്റങ്ങളും സൈനിക നീക്കങ്ങളും മേഖലയെ സ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആഗോള വിപണിയിലേക്കുള്ള എണ്ണ നീക്കത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിക്കൊണ്ട് ഇറാൻ നടത്തിയ സൈനിക അഭ്യാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകളാണ് ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. വലിയ യുദ്ധ സാഹചര്യം തന്നെ അവിടെ വന്നിരിക്കുന്നു. ലോകത്തിലെ എണ്ണ നീക്കത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാന പാതയിൽ ഇറാൻ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങൾ അമേരിക്കയ്ക്കുള്ള നേരിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. ഈ വെല്ലുവിളിയെ നേരിടാൻ ട്രംപ് ഭരണകൂടം അതിശക്തമായ സൈനിക പടയൊരുക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന് പുറമെ അത്യാധുനികമായ USS ജെറാൾഡ് ആർ ഫോർഡ് കൂടി പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാൻ ട്രംപ് ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വെറുമൊരു മിന്നൽ ആക്രമണത്തിനപ്പുറം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും അതുപോലെ സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിപുലമായ സൈനിക നടപടിക്കാണ് ഇപ്പോൾ പെന്റഗൺ പദ്ധതിയിടുന്നത് എന്ന വാർത്തകളാണ് നമ്മൾ അറിയുന്നത്. ഇതിനിടെ ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ ട്രംപ് പരസ്യമായി പിന്തുണയ്ക്കുന്നതും ഇറാന്റെ മിസൈൽ കരുത്തിനെ കുറിച്ചുള്ള ഖമേനിയുടെ പ്രസ്താവനകളും അന്തരീക്ഷം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യുദ്ധഭീതി നിലനിൽക്കുമ്പോഴും ജനീവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പരോക്ഷമായ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് മാത്രമാണ് നമുക്ക് ആശ്വസിക്കാനുള്ള വക. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളിൽ പൂർണ്ണമായും വിട്ടുവീഴ്ച ചെയ്യണമെന്ന അമേരിക്കയുടെ കടുത്ത നിലപാടും തങ്ങളുടെ പരമാധികാരത്തിൽ ഇടപെടാൻ അനുവദിക്കില്ല എന്ന ഇറാന്റെ വാശിയും ചർച്ചകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ സൈനിക പിഴവ് പോലും വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ സമാധാനത്തിനും അതീവ നിർണായകമാണ് എന്നതാണ് വിലയിരുത്തലുകൾ. ഇറാന്റെ ആണവ പദ്ധതികൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന USS ജെറാൾഡ് ആർ ഫോർഡ് വിമാനവാഹിനി കപ്പലിന്റെ വിന്യാസം മേഖലയിൽ അമേരിക്കയുടെ സൈനിക ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഏത് സമയത്തും യുദ്ധത്തിന് അമേരിക്ക തയ്യാറുമാണ്. നിലവിലുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിന് പുറമെ ഈ അത്യാധുനിക കപ്പൽ കൂടി എത്തുന്നതോടെ ഇറാന് മേലുള്ള സമ്മർദ്ദമാണ് ഇരട്ടിക്കാൻ പോകുന്നത്. നയതന്ത്രം പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന ട്രംപിന്റെ വാക്കുകൾ ഈ നീക്കത്തിലൂടെ കൂടുതൽ ഗൗരവകരമാകുന്നു എന്നതും നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്നത് തന്നെയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നേരിടാൻ തങ്ങൾ സുസജ്ജമാണ് എന്നും അവയെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും ആയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചത് വെറും ഭീഷണിയല്ലെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഹോർമുസ് കടലിടുക്കിലെ മിസൈൽ പരീക്ഷണങ്ങൾ നമ്മളോട് പറയുന്നത്. അതായത് അവർ റെഡിയാണ് എന്നർത്ഥം. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ നിർണായക പാതയായ ഹോർമുസ് കടലിടുക്ക് തടയപ്പെട്ടാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. എണ്ണവില കുതിച്ചുയരുന്നതിനും അതുപോലെ ആഗോള തലത്തിൽ ഊർജ പ്രതിസന്ധിക്കും ഇത് വലിയ കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നു പറയുന്നത്. നിലവിലെ ഈ സാഹചര്യം ലോകരാജ്യങ്ങളെ വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത് നയതന്ത്ര ചർച്ചകളുടെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുന്നു. ഒരു ചെറിയ സൈനിക പിഴവ് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര ഇടപെടലുകൾ പശ്ചിമേഷ്യയുടെ സമാധാനത്തിൽ ഏറെ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്തായാലും ജനീവയിൽ നടക്കുന്ന പരോക്ഷ ചർച്ചകൾ പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കാനുള്ള അവസാന നയതന്ത്ര ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്ക് തടയിടുക എന്നത് തന്നെയാണ്. ഇതിനായിട്ട് അന്താരാഷ്ട്ര നിരീക്ഷണത്തിലുള്ള കർശന നിയന്ത്രണങ്ങൾ ഇറാൻ അംഗീകരിക്കണമെന്ന് ട്രംപ് ഭരണകൂടം വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും അതുപോലെ ഊർജ ആവശ്യങ്ങൾക്കും ആണവ പദ്ധതികൾ അത്യന്താപേക്ഷിതമാണ് എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഇറാൻ ഇവിടെ സ്വീകരിക്കുന്നത്. ഈ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലുള്ള നിലപാടുകൾ ചർച്ചകളെ വഴിമുട്ടിക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സൈനിക അഭ്യാസങ്ങളും മിസൈൽ പരീക്ഷണങ്ങളും ചർച്ചാമേശയിലെ സമ്മർദ്ദ തന്ത്രങ്ങളായി ഇരുപക്ഷവും ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇരുവശത്ത് ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് യുദ്ധസജ്ജമായി നിൽക്കുന്നത് പരസ്പര വിശ്വാസമില്ലായ്മയെ തന്നെയാണ് കാണിക്കുന്നത്. അതായത് അമേരിക്കയ്ക്കും ഇറാനും തീരെ വിശ്വാസമില്ല. ഹോർമുസ് കടലിടുക്കിന്റെ ഇറാന്റെ പ്രകോപനങ്ങളും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ വിന്യാസവും ചർച്ചകൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമല്ല സൃഷ്ടിക്കുന്നത് എന്നതും ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പശ്ചിമേഷ്യയിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളും ഈ ചർച്ചകളുടെ ഫലത്തിനായിട്ട് വളരെ ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. അവരുടെയൊക്കെ ഭാവിയെ ഇത് സ്വാധീനിക്കും എന്നത് അവർക്കറിയാം.
യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്രം വിജയിക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ മുൻവിധികളിൽ നിന്ന് മാറേണ്ടതായി വരും. ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്ന ഇറാന്റെ ആവശ്യവും ആണവ പരിശോധനകൾക്ക് പൂർണ്ണ അനുമതി വേണമെന്ന അമേരിക്കയുടെ ആവശ്യവും തമ്മിലുള്ള ഒരു മധ്യമാർഗം കണ്ടെത്തുക എന്നത് അതീവ ദുഷ്കരമാണ്. അത് തന്നെയാണ് ഇതിലെ പ്രധാന പ്രശ്നം. വരും ആഴ്ചകളിൽ ജനീവയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ആഗോള സമാധാനത്തിന്റെയും സാമ്പത്തിക സ്ഥിരതയുടെയും ഭാവി നിർണ്ണയിക്കുന്നതിലേറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പശ്ചിമേഷ്യൻ മേഖലയെ സമാനതകളില്ലാത്ത യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറുമൊരു നയതന്ത്ര തർക്കത്തിനപ്പുറം ഈ പോരാട്ടം ഇന്ന് മിസൈൽ വിന്യാസങ്ങളുടെയും സാമ്പത്തിക ഉപരോധങ്ങളുടെയും രാഷ്ട്രീയ അട്ടിമറി ശ്രമങ്ങളുടെയും സങ്കീർണമായ ഒരു യുദ്ധക്കളമായിട്ട് മാറിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള 3 പ്രധാന ഘടകങ്ങളാണ് ഇപ്പോൾ മുൻപന്തിയിലുള്ളത്. അത് ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇറാനിലെ നിലവിലെ ആഭ്യന്തര സാഹചര്യം ഈ സംഘർഷത്തിന്റെ ഗതിയെ സ്വാധീനിക്കുന്ന നിർണായക ഘടകം തന്നെയാണ്. അതായത് ഇറാനിൽ ഭരണകൂടത്തിനെതിരെ ഉയരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പിന്തുണയ്ക്കുന്നത് ഒരു സാധാരണ നയതന്ത്ര രീതിയല്ല. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അവിടെ ഒരു ഭരണമാറ്റം ലക്ഷ്യമിടുകയും ചെയ്യുന്നത് ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള വെല്ലുവിളിയായിട്ട് തന്നെയാണ് ടെഹ്റാൻ നോക്കിക്കാണുന്നത്. ട്രംപിന്റെ ഈ നിലപാട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും ചർച്ചകൾക്കുള്ള സാധ്യതകളെ ഇല്ലാതാക്കി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണമാറ്റം എന്ന അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇറാനിലെ സൈനിക വിഭാഗങ്ങളെ കൂടുതൽ ജാഗരൂകരാക്കി മാറ്റിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. രണ്ടാമതായി സൈനികമായ കരുത്ത് പ്രകടനമാണ് പശ്ചിമേഷ്യയിലെങ്ങും ദൃശ്യമാകുന്നത് എന്ന വസ്തുതയാണ്. വെറും ഭീഷണികൾക്കപ്പുറം മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും സഖ്യകക്ഷികളെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈൽ ശേഖരം ഇറാൻ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖത്തറിലും കുവൈറ്റിലും UAE-യിലുമുള്ള അമേരിക്കൻ സാന്നിധ്യത്തിന് നേരെ ഏത് നിമിഷവും ആക്രമണം നടത്താൻ തങ്ങൾ സജ്ജരാണ് എന്ന് ഇറാൻ നൽകുന്ന സൂചനകൾ യുദ്ധഭീതിയുടെ തീവ്രതയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് അമേരിക്കയുടെ വമ്പൻ വിമാനവാഹിനി കപ്പലുകൾ മേഖലയിൽ നിലയുറപ്പിക്കുന്നത് സമുദ്രപാതകളിലും വ്യോമാതിർത്തികളിലും കനത്ത സംഘർഷാവസ്ഥയും സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ മിസൈൽ ഭീഷണി ഒരു പ്രത്യാക്രമണത്തിന് അമേരിക്കയെ പ്രേരിപ്പിച്ചാൽ അത് നിയന്ത്രിക്കാനാവാത്ത ഒരു പ്രാദേശിക യുദ്ധമായി പടരുകയും ചെയ്യും. ഈ സംഘർഷം സൃഷ്ടിക്കുന്ന ആഗോള ആഘാതം ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ വിതരണ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണം ഇറാന്റെ കൈവശമുള്ളത് ലോക സമ്പദ് വ്യവസ്ഥയെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എണ്ണവില കുതിച്ചുയരുന്നത് ഇന്ത്യയെ പോലുള്ള വികസന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. ഇറക്കുമതിയിലെ ചെലവ് വർദ്ധിക്കുന്നതും രൂപയുടെ മൂല്യ തകർച്ചയും സാധാരണക്കാരന്റെ ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ഏതാനും ആഴ്ചകളിൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്ന ഓരോ ചലനവും ആഗോള സമാധാനത്തിന്റെയും അതുപോലെ സാമ്പത്തിക സുസ്ഥിരതയുടെയും വിധി നിർണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നയതന്ത്രം പരാജയപ്പെടുകയും സൈനിക നടപടികൾ ആരംഭിക്കുകയും ചെയ്താൽ അത് ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയേക്കാം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ആഭ്യന്തര സുരക്ഷയും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 60% ഈ മേഖലയിൽ നിന്നാണ് വരുന്നത്. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുത്തുകയും അത് പെട്രോൾ ഡീസൽ വിലകളിൽ വൻ വർധനവിന് കാരണമാകുകയും ചെയ്യും. ഇത് രാജ്യത്തെ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് വഴി തെളിയിക്കുകയും ചെയ്യും. അതിനാൽ ഇന്ത്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ എണ്ണ ശേഖരം പരമാവധി നിറയ്ക്കുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ എത്തിക്കാനുള്ള ബദൽ മാർഗങ്ങൾ ആരായുകയും ചെയ്യേണ്ടത് ഇവിടെ അത്യാവശ്യവുമാണ്. മറ്റൊരു പ്രധാന വെല്ലുവിളി പ്രവാസികളുടെ സുരക്ഷയാണ് കേട്ടോ. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നത്. യുദ്ധം പടർന്നു പിടിക്കുകയാണെങ്കിൽ ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ആവശ്യമെങ്കിൽ വൻതോതിലുള്ള ഒഴിപ്പിക്കൽ പ്രക്രിയ അതായത് ഇവാക്യുവേഷൻ നടത്തുകയും ചെയ്യേണ്ടതായി വരും നമ്മുടെ രാജ്യത്ത്. ഇതിനായി വ്യോമസേനയെയും നാവികസേനയെയും സജ്ജമാക്കി നിർത്തുന്നതിനോടൊപ്പം മേഖലയിലെ രാജ്യങ്ങളുമായി നിരന്തരമായ നയതന്ത്ര ബന്ധം പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ മുൻകാലങ്ങളിൽ ഇന്ത്യ നടത്തിയ
ഓപ്പറേഷൻ റാഹത്ത് പോലുള്ള പദ്ധതികളുടെ മാതൃക പിന്തുടരുന്നതും ഇവിടെ വളരെ ഗുണകരമായിരിക്കും എന്നതാണ് പറയാനുള്ളത്. നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഒരു സന്തുലിത നിലപാട് തന്നെയാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് കേട്ടോ. അമേരിക്കയുമായും ഇറാനുമായും ഇന്ത്യക്ക് അടുത്ത ബന്ധം തന്നെയാണുള്ളത്. ഒരാളെ തള്ളാനോ ഒരാളെ കൊള്ളാനോ ഇവിടെ പറ്റില്ല. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരുപക്ഷത്തോടും ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ മേഖലയിലെ മറ്റ് സ്വാധീന ശക്തികളായിട്ടുള്ള റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുകയും ചെയ്യാവുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ചെയ്യുന്ന കാര്യം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കരുത്ത് തെളിയിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത് കേട്ടോ. സാമ്പത്തികമായും നയതന്ത്രപരമായും വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത് ഇവിടെ ഉചിതമായിരിക്കും എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.